അതിങ്ങനെ പകർത്തിക്കൊണ്ടേയിരിക്കുക. ഇൻഷാ അള്ളാഹ് അതാണ് നമ്മുടെ അൽഹംദുലില്ലാഹ്. നമുക്കറിയുന്നത് പോലെ നമ്മൾ ഒരു കാര്യം അല്ലെ ഒരു നല്ലൊരു കാര്യം അല്ലെങ്കിൽ ഒരു ചീത്തൊരു കാര്യം നമ്മൾ കാണുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവണം അതിൽ എന്താണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അല്ലെ. നമ്മുടെ ഹൃദയം നമ്മളോട് എന്താണ് പറയുന്നത്, അത് ഏത് വഴിയിലൂടെയാണ് നമ്മൾ പോവേണ്ടത് എന്നുള്ളത് നമ്മൾ എന്താണ് ആ ഒരു സമയത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇൻഷാ അള്ളാഹ് നമ്മുടെ ഹൃദയത്തെ എന്നും നമ്മൾ എന്ത് ചെയ്യുക, ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുക. ഇൻഷാ അള്ളാഹ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്നത്തെ നമുക്ക് ഈ ഒരു ക്ലാസ് നമുക്ക് എടുത്തു തരുന്നത് അന്നുജും ശരിയ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട അർഷദ മാലിമയാണ്. ഇൻഷാ അള്ളാഹ് അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് എല്ലാവരോടും എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ നീയത്തിനെ എല്ലാവരും നന്നായിട്ട് പുതുക്കിക്കൊണ്ടിരിക്കുക. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ എല്ലാ വിധത്തിലും നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് അർഷദ മാലിമ സ്റ്റാർട്ട് ചെയ്തോളൂ. جزاكم الله خيرا. بسم الله، الحمد لله وحده، الصلاة والسلام على من لا نبي بعده. الحمد لله الذي أنزل القرآن شفاء للصدور ونورا للقلوب وضياء وطريقا للرجوع إليه. اللهم طهر قلوبنا من النفاق وأعمالنا من الرياء. اللهم أنت جعل القرآن ربيع قلوبنا ونور صدورنا وسكينة لأرواحنا. آمين يا رب العالمين. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. الحمد لله رب العالمين. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ നിഅമത്തിനെ കൊണ്ട് സുബ്ഹാനല്ലാഹ് നമ്മള് ഈ ഒരു ദിവസം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ആദ്യം തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയട്ടെ. ഒരു രോഗത്തെ പറ്റി പറയാൻ രണ്ടാൾക്കാരായിരിക്കും ബെസ്റ്റ് ആയിട്ടുണ്ടാവുക അല്ലെ. ഒന്നാമത്തത് ഒരു രോഗം അതിന്റെ ഏറ്റവും പീക്ക് പോയിന്റിൽ നിന്ന് പറയാന് ഒന്നെങ്കിൽ അദ്ദേഹം ആ രോഗം അനുഭവിച്ചിരിക്കണം, അതല്ലെങ്കിൽ ആ രോഗത്തെ ചികിത്സിക്കുന്ന ഡോക്ടർ ആയിരിക്കണം. ഇവര് പേർക്കുമായിരിക്കും ആ രോഗത്തെ പറ്റി ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാവാം. അപ്പം ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ ഇതിലുള്ള ഓരോരുത്തരും ഒന്നെങ്കിൽ ഇതില് ഈ ഒരു രോഗം ബാധിച്ചവരാണ്, അതല്ലെങ്കിൽ ഈ ഒരു രോഗത്തെ ചികിത്സിക്കുന്നവരാണ്. എന്നിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാവ്യാധിയിൽ നിന്ന് നമ്മളെ ഓരോരുത്തരെയും സംരക്ഷിക്കട്ടെ. ഏതുവരെ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്നവരെ. നമുക്കറിയാലോ സുബ്ഹാനല്ലാഹ് പലതരത്തിലുള്ള വൈറസുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്കറിയാം സുബ്ഹാനല്ലാഹ് ഇവൻ നമ്മളെ ഗാഡ്ജറ്റുകളിൽ പോലും ചില വൈറസുകൾ കയറി കഴിഞ്ഞാൽ പിന്നെ അതെന്തായി, ഫുള്ള് ഇല്ലാണ്ടായി. ഫുള്ള് ഡാറ്റകൾ പോലും അതുവരെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരുന്ന ഓരോ സാധനങ്ങളും കംപ്ലീറ്റ് എന്താവും, ആ ഒരു ചെറിയൊരു വൈറസ് കയറിയാല് ഫുള്ള് പോയി അല്ലെ. സുബ്ഹാനല്ലാഹ്. പിന്നെ നമ്മൾ അതിനെ വീണ്ടും പണിയെടുക്കുന്നത് എന്തായിരിക്കും, ഒന്നുകിൽ പുതിയൊരു ഗാഡ്ജറ്റ് മേടിച്ച് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ആ സ്റ്റാർട്ട് പോയിന്റ് നമ്മൾ റീകളക്ട് ചെയ്യാൻ തുടങ്ങും. ഓരോ കാര്യം ചെയ്ത് ഓരോ ഡാറ്റകൾ ഓരോ ഫയലുകൾ കൂടുതൽ നമ്മൾ സെക്യൂർ ചെയ്തിട്ടാവും വെക്കുക. ആ വൈറസ് വരാതിരിക്കാനുള്ള എല്ലാ വഴികളും നമ്മൾ എന്തെങ്കിലും കണ്ടെത്തും. കാരണം എന്താണ്, ഒരു തവണ തന്നെ വൈറസ് കയറിയിട്ട് നമ്മൾ കുടുങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്. ഇനിയിപ്പോ നമ്മളെ ശരീരത്തില് ആരോഗ്യപരമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത് നോക്കുകയാണെങ്കിലും അവിടെയും ഉണ്ടല്ലേ പലതരത്തിലുള്ള വൈറസുകളും. അത് ബാധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്താ ഉണ്ടാവുന്നത്, ചിലപ്പം ഒരുപക്ഷെ അവന്റെ പ്രതിരോധ ശേഷി തന്നെ അവിടെ ഇല്ലാണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവന്റെ എന്തെങ്കിലും ഒരു കഴിവിനെ അത് സാരമായി ബാധിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് അവന് ഭയങ്കരമായിട്ട് എന്താ ചെയ്യാ, ഒരു വൈറസ് രോഗം ബാധിച്ച ഒരു വ്യക്തി അതും കൊണ്ട് നടക്കുമോ? ഇല്ല. ഏറ്റവും ശക്തമായ ട്രീറ്റ്മെന്റ് എടുക്കും അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മളെ ഫോണുകളിൽ ഒരു വൈറസ് കയറി കഴിഞ്ഞാല് നമ്മൾ എത്രയും പെട്ടെന്ന് അതിന് സൊല്യൂഷൻ കണ്ടെത്തും അല്ലെ. ഒരു 10,000 20,000 1 ലക്ഷം 2 ലക്ഷം ഏറിപ്പോയാല് അത്രയൊക്കെ വരുന്ന നമ്മൾ ഈ കുഞ്ഞു കയ്യിലുള്ള നമ്മുടെ ഈ ഫോണുകൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഉടനടി നമ്മൾ എന്ത് ചെയ്യും, അതിന് സൊല്യൂഷൻ കണ്ടെത്തും. അതിന്റെ ഡാറ്റകൾ മാറ്റും, അല്ലെങ്കിൽ പുതിയൊരു ഗാഡ്ജറ്റ് അതിന്റെ പരിക്കിനനുസരിച്ച് നമ്മൾ ഗാഡ്ജറ്റിന് ഒരു പക്ഷെ മാറ്റിന്ന് വരാം. എന്നിട്ട് നമ്മളെ ഫയലുകളൊക്കെ പിന്നെ നമ്മൾ എങ്ങനെ എടുത്തു വെക്കുക, ഏറ്റവും സേഫ് ആയിട്ടുള്ള
ഒരു രൂപത്തിലേക്ക് നമ്മൾ എടുത്തു വെക്കുക അല്ലെ. സുബ്ഹാനല്ലാഹ്. അത്തരത്തിൽ വൈറസ് ഉണ്ടാക്കുന്ന ആപ്പുകൾ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മളെ ഫോണിൽ കയറ്റില്ല. അത്തരത്തിൽ വൈറസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ലിങ്കുകളോ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എന്ത് കിട്ടിയാലും നമ്മൾ ഒരു തവണ ചിന്തിക്കും ഇതിനെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളത്. ഇനി രണ്ടാമത്തെ സൈഡ് നമ്മളെ ഹെൽത്തിനെ നോക്കുകയാണെങ്കിൽ ഒരു തവണ നല്ല മാരകമായ ഒരു വൈറസ് രോഗം ബാധിച്ച ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അവന് കഠിനമായ ട്രീറ്റ്മെന്റ് എടുത്തിട്ടാണെങ്കിലും അവൻ ആ രോഗത്തെ ചികിത്സിച്ചിട്ടുണ്ടാവും. രണ്ടാമത് എന്ത് ചെയ്യും, ആ വൈറസ് ആ രോഗം ഉണ്ടാക്കിയ ക്ഷീണത്തിൽ നിന്ന് മാറാനുള്ള എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ജീവിത ശൈലി ആയിക്കോട്ടെ, ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ, അവനൊക്കെ എന്തെങ്കിലും അപ്ലൈ ചെയ്യും. അപ്പൊ ഇനി എക്സസൈസ് ചെയ്യണം എന്നാണെങ്കിൽ അവന് പിന്നീട് ഇതുവരെ ചെയ്യാത്ത അവന് പിന്നീട് ഭയങ്കരമായിട്ട് കൃത്യമായ റുട്ടീനായിരിക്കും. ഫുഡിന്റെ വിഷയത്തിൽ അവർക്ക് കൃത്യമായ റുട്ടീൻ ഉണ്ടാവും. അതുപോലെ തന്നെ അവന്റെ ഉറങ്ങുന്നതും ഉണരുന്നതും കാര്യത്തിൽ അവർക്ക് കൃത്യമായ റുട്ടീൻ ഉണ്ടാവും. കാരണം എന്താണ്, ഒരു തവണ അവന് അതിന്റെ ബുദ്ധിമുട്ട് നല്ലോണം അനുഭവിച്ച്. എന്നിട്ട് സെക്കൻഡ് പോയിന്റോ, അത്തരത്തിൽ ആ വൈറസ് രോഗം തന്നെ ബാധിക്കാനിടയുള്ള എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും അവൻ എന്ത് ചെയ്യും, മാറി നിൽക്കും. വെള്ളം കുടിക്കുന്നതിൽ അവന് ശ്രദ്ധിക്കും. ഒരിടത്ത് പോയി കഴിഞ്ഞാൽ വെള്ളം കുടിക്കുന്നത് ഒരുപക്ഷെ അവന് ദാഹിച്ചാലും കുടിക്കാതെ ഇരിക്കാൻ നോക്കും. കാരണം എന്താണ്, ശുദ്ധമായ വെള്ളമാണോ വെള്ളമല്ലേ എന്ന് അറിയാത്തത് കൊണ്ട്. സുബ്ഹാനല്ലാഹ്. ഇത് നമ്മൾ ഡെയിലി അല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന വിഷയമാണ് അല്ലെ. ഇതിൽ ആർക്കും ഒരു സംശയമില്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ. സുബ്ഹാനല്ലാഹ്. എന്നാല് ഇതിനേക്കാൾ വലിയൊരു സംഭവത്തിന് അതിനെ വൈറസ് ഇങ്ങനെ ബാധിച്ച് മുറുകി വരിഞ്ഞോണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും എന്തില്ല, നമ്മൾ ഒട്ടും തന്നെ അതിനെ പറ്റിയിട്ട് ഒരു ചിന്തയിലല്ല. സുബ്ഹാനല്ലാഹ്. നമ്മളെ ഹൃദയം തന്നെയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാണാൻ പറ്റും, മനുഷ്യ ശരീരത്തിൽ ഒരു ചെറിയൊരു മാംസകഷ്ണം ഉണ്ട്. ആ മാംസകഷ്ണം നന്നായാല് അവന്റെ ശരീരം മുഴുവൻ നന്നായി, അവൻ മുഴുവൻ നന്നായി. ഇനി ആ ചെറിയ മാംസകഷ്ണം മെടക്കായാല്, അത് മോശമായാല് അവൻ മുഴുവൻ എന്തായി, മോശമായി. അറിഞ്ഞോളാം, ഫഹിയൽ ഖൽബ്. അതെന്താണ്, ആ എന്ന് പറഞ്ഞ ആ ഒരു മാംസകഷ്ണം എന്താണ്, അത് കൽബാണ്. നമുക്കറിയാം നമ്മളെ കൽബിന്റെ, ഹൃദയത്തിന്റെ ഒരു വലുപ്പം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളെ കൈമുഷ്ടി ചുരുട്ടിയാലുള്ളതിന് ഒതുങ്ങുന്ന ഒരു വലുപ്പം മാത്രമാണ് ഉള്ളത്. പക്ഷെ ആ ഒരു ഹൃദയത്തിന് ഒരു വൈറസ് ബാധിക്കുക എന്നുള്ളത്, ആ ഒരു ഹൃദയത്തിന് കറുപ്പ് നിറമാവുക എന്നുള്ളത്, ആ ഹൃദയത്തിന് പുഴുക്കുത്തുകൾ വരിക എന്നുള്ളത് നമ്മൾ മുഴുവൻ നശിക്കാനുള്ള കാരണമാണ്. അപ്പുറത്ത് നേരത്തെ നമ്മൾ കണ്ടു, നമ്മളെ ഫോണില് ഒരു ചെറിയ വൈറസ് ബാധിച്ചാൽ നമ്മളെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെങ്കിലും വഴി ഉണ്ടാക്കി. നമ്മൾ എത്രമാത്രം ടെൻസ്ഡ് ആണ് ആ സമയത്ത്. നമ്മളെ പ്രിയപ്പെട്ട, അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ഒരു വൈറസ് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം ടെൻസ്ഡ് ആണ്. പിന്നീടുള്ള ഓരോ സ്റ്റെപ്പുകളും നമ്മൾ എത്ര കെയർ ചെയ്തിട്ടാ ചെയ്യണത്. പിന്നെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങി കഴിക്കുമ്പോ, പിന്നെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ അതിന്റെ ഹൈജീൻ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്ക്. എത്രമാത്രം വൈറസുകളുള്ള, എത്രമാത്രം എന്താ പറയാ, മാരകമായ കാര്യങ്ങളാണ് നമ്മൾ നിത്യവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഹൃദയത്തിന് മുറിവുണ്ടാക്കുന്ന, നമ്മളെ ഹൃദയത്തിന് പരിക്കുണ്ടാക്കുന്നതായിട്ടുള്ള. ശരിക്കും സുബ്ഹാനല്ലാഹ്, നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്റെ ഹൃദയത്തിന്റെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ് എന്നുള്ളത്, എന്റെ കൽബിന്റെ നിറം എന്താണ് ഇപ്പൊ എന്നുള്ളത്, എന്റെ കൽബിന്റെ അതിന്റെ ആ ഒരു എന്താ പറയാ ലെവൽ എന്താണ്, അത് സോഫ്റ്റ് ആണോ ഹാർഡാണോ, കല്ലിനേക്കാൾ ഹാർഡാണോ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടോ? നമ്മളെ കൽബിനല്ലാത്ത ബാക്കി എല്ലാതിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും മർമ്മമായിട്ടുള്ള ആ കൽബിനെ, ഏറ്റവും എന്താ പറയാ പീക്ക് പോയിന്റിലുള്ള ആ കൽബിനെ നമ്മൾ എന്ത് ചെയ്യണം, അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നോട്ടത്തെ പറ്റി പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹ് എവിടേക്ക് നോക്കൂല, നിങ്ങളിലേക്കോ നിങ്ങളെ രൂപത്തിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭംഗിയിലേക്കോ അല്ലെങ്കിൽ നിങ്ങളെ കോലത്തിലേക്കോ ഒന്നുമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കണത്. പിന്നെ അള്ളാഹ് എടുക്കാൻ നോക്കണത്
നിങ്ങളെ ഹൃദയത്തിനുള്ളിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നിങ്ങളെ ഹൃദയത്തിന് എന്താ പൂട്ടിട്ടിക്കണോ? ഖുർആൻ എവിടേക്കാണ് ഇറങ്ങിയത്? ഖുർആൻ ഹൃദയങ്ങളോടാണ് സംസാരിക്കുന്നത്. സ്വലാത്ത് എങ്ങനെയാണ്? സ്വലാത്ത് ഹൃദയവുമായിട്ട്, ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുള്ള റബ്ബുമായിട്ടുള്ള മുനാജാത്താണ് സ്വലാത്ത്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഓരോ അമലുകൾ എടുത്തു നോക്കുകയാണെങ്കിലും ഹൃദയമില്ലാത്ത അമലുകളായി മാറിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്ക്. വൈറസ് ബാധിച്ച് നമ്മളെ ഹൃദയം മരിച്ച രൂപത്തിലാണോ, വൈറസിന്റെ അതിതീവ്രമായ രൂപത്തിലാണോ? നമുക്ക് വേണ്ട നമ്മളെ ഹൃദയത്തെ ഏറ്റവും നന്നായി പരിചരിക്കണ്ടേ? സുബ്ഹാനല്ലാഹ്, ഖുർആനാണ് ഷിഫാഉൻ ലിമാ ഫിസ് സുദൂർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്താണ്? നെഞ്ചിനുള്ളിലുള്ളതിന് അതെന്താണ്? ഖുർആന് ഷിഫ ആണ്. ഷിഫാഉൻ ദവാഉൻ തമ്മിലുള്ള വ്യത്യാസം. ഷിഫാ എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗശമനമാണ്. മനസ്സിലായോ? സുബ്ഹാനല്ലാഹ്, ഖുർആന് രോഗശമനാണ്, രോഗം മാറ്റുന്നതാണെന്നാ പറഞ്ഞത്. പക്ഷെ സുബ്ഹാനല്ലാഹ്, നമ്മളെല്ലാരും ഖുർആന്റെ ആൾക്കാരാണ്. ഖുർആന് ദിവസവും ഓതുന്ന, അല്ലെങ്കിൽ ദിവസം ഖുർആനിൽ ഒരു വിറുദ്, ഒരു പാർട്ട്, അല്ലെങ്കിൽ ഒരു ജുസ് എങ്കിലും നമ്മൾ ഓതുന്നവരോ കേൾക്കുന്നവരാണ്. പക്ഷെ നമുക്ക് എന്തില്ല, നമ്മളെ ഹൃദയത്തിന് ഒരു കുലുക്കവും സംഭവിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ആദ്യം എന്നോടെന്ന പോലെ ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും പറയുന്ന വളരെ ഗൗരവമായിട്ടുള്ള വിഷയം എന്താന്ന് വെച്ചാല്, നമ്മളെ ഹൃദയത്തിന്റെ ഹെൽത്ത് കണ്ടീഷൻ നമ്മൾ എത്രയും പെട്ടെന്ന് നോക്കണം. നമ്മളെ ഫോണിന് ഒരു വൈറസ് വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്, പൈസ ഇല്ലെങ്കിൽ നമ്മൾ നെട്ടോട്ട് ഓടി പുതിയ ഫോൺ മേടിച്ച്, അല്ലെങ്കിൽ അതിനെ വൈറസ് ഒഴിവാക്കുന്ന പ്രൊസീജിയറിൽ കടയിൽ അപ്പൊ തന്നെ നമ്മൾ കൊണ്ടുകൊടുത്ത്, ഇന്ന് 2 ദിവസം കഴിയട്ടെ എന്ന് കരുതിയില്ല. കാരണം എന്താണ്? അതിനുള്ളിലുള്ള നമ്മളെ ഡാറ്റകൾ മുഴുവൻ ചോർന്നു പോകും. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ അള്ളാന്റെ ഭൂമിയിൽ ഈ ഒരു 10 വർഷം, അല്ലെങ്കിൽ 20 വർഷം, 25 വർഷം, 30, 35, 40, 50, 60 വർഷത്തോളം നമ്മൾ ജീവിച്ചിട്ട് നമ്മളെ ഡാറ്റകളാവുന്ന നമ്മളെ സ്വലാത്തുണ്ട്, സിയാമുണ്ട്, ഖിയാമുണ്ട്, ഖിറാഅത്തുണ്ട്, ഇതൊക്കെ നമ്മളുടെ എന്താണ്? ഓരോ അസറ്റുകളാണ്. പക്ഷെ അതൊന്നും കാമ്പില്ലാത്ത രൂപത്തിൽ, ഇങ്ങനെ നശിച്ചു പോകുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ അതൊന്നും സേവ് അല്ലാത്ത രൂപത്തിൽ, ഈ ഹൃദയ സാന്നിധ്യം ഇല്ലാത്ത രൂപത്തില് ഈ വൈറസ് വന്ന് നമ്മുടെ ഈ അമലുകളൊക്കെയും തുടച്ചു മാറ്റുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. നാളെ റബ്ബിന്റെ മുന്നിൽ എത്തുന്ന സമയത്ത് പാപ്പരായിക്കൊണ്ട് നമ്മൾ അള്ളാന്റെ മുൻപിൽ നിൽക്കേണ്ടുന്ന അവസ്ഥ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് ചെയ്യണം? വളരെ ഗൗരവത്തില് ആ ഒരു വിഷയത്തെ കണക്കാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്ത് തന്നിട്ടുണ്ട്, ഒരുപാട് മാർഗങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓരോന്നോരോന്നായി നമ്മൾ എന്ത് ചെയ്യുക, അത് എനിക്ക് എന്റെ ഹൃദയത്തിന് ഏറ്റവും മികച്ചതാക്കണം എന്നുള്ള നെയ്യയില് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക, അതിനെ അമലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. അതിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഹൃദയത്തെ ബാധിക്കുന്ന ഏറ്റവും ഭയാനകരമായിട്ടുള്ള വിഷയങ്ങളിൽ പെട്ട ഒന്നാണ്. അപ്പുറത്ത് ഷിർക്കുണ്ട്, മറ്റൊരുത്ത് കുഫറുണ്ട്, ബിദ്അത്തുണ്ട്. ഇതൊക്കെയും ഹൃദയത്തെ ബാധിക്കുന്ന ഓരോരോ വൈറസുകളാണ്. ഇതൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ കണ്ടുപിടിച്ചിട്ട് ബാക്കിയുള്ളവർക്കെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ട് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും. ഒരാള് ഷിർക്കിലേക്ക് വീണായ, നീ ചെയ്തത് ഇന്നതാണ്, റബ്ബില് പങ്കുകാരെ വെച്ചതാണ്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് സൊല്യൂഷൻസ് ബാക്കിയുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഒരാള് ബിദ്അത്ത് ചെയ്താൽ അവനെ തിരുത്തി കൊടുക്കാൻ ബാക്കിയുള്ളവർക്ക് പറ്റും. ഒരാൾ കുഫ്ർ ചെയ്താൽ അവനെ തിരുത്തി കൊടുക്കാൻ ബാക്കിയുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ബാക്കിയുള്ളവർക്കൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത അതിഭീകരമായ വൈറസ് ആണ് നിഫാഖ് എന്ന് പറയുന്നത്. അവിടെ ഞാനൊരു ഒരൊറ്റ സ്കെയില് പറഞ്ഞുതരാം. ഈ ഒരു പോയിന്റില്, ഈ ഒരു നിമിഷത്തില് നിങ്ങൾക്ക് നമ്മൾ ഓരോരുത്തരും ജസ്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ചിന്തിച്ചിട്ട് നിങ്ങൾ ആൻസർ പറയരുത്. ചിന്തിച്ചിട്ട് ഞാൻ ഒരു കാര്യം ഇപ്പൊ പറയും, അത് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്ന പാടെ നിങ്ങൾക്ക് അതിനോടുള്ള നിലപാട് എന്താണ്, ഇതുവരെയും നിങ്ങൾ അതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം അതിലെന്തുണ്ട്, ബോധേഡാണ് എന്നുള്ളത്. അഥവാ ഹസൻ അൽ ബസ്രി റഹ്മഹുല്ലാഹ്
പറഞ്ഞ കാണാൻ പറ്റും. ആനി നിഫാഖ്, നിഫാഖിനെ പറ്റിയിട്ട് മാ ഖാഫഹു ഇല്ലാ മുഅ്മിൻ വലാ അമിനഹു ഇല്ലാ മുനാഫിഖ്. അഥവാ നിഫാഖിനെ പറ്റിയിട്ട് ഭയം ഉണ്ടാവല് അത് ആർക്കാണ്? മുഅ്മിനീങ്ങൾക്കാണ്. അതേപോലെ തന്നെ നിഫാഖിനെ പറ്റിയിട്ട് ഒരു ബോധവും ഇല്ലാതെ അതിനെ പറ്റിയിട്ട് അഥവാ നിഫാഖ് എന്നുള്ള വിഷയം തന്നെ ചിന്തയിലില്ലാതെ അതിനെ പറ്റിയിട്ട് നിർഭയരായിരിക്കൽ ആരാണ്? മുനാഫിക്കുകളാണ്. പ്രിയപ്പെട്ടവരെ, ഫസ്റ്റത്തെ ഒരു സ്കെയിൽ എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ ചിന്തിച്ചു നോക്കുക. ഇതേ സമയം വരെ എന്റെ അമലുകള് നിഫാഖാണോ, എന്റെ സ്വഭാവം നിഫാഖാണോ, ഞാൻ മുനാഫിക്കായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അലട്ടുന്നുണ്ടെങ്കിൽ അബിഷർ, നിങ്ങൾ സന്തോഷിച്ചോളി. നിങ്ങൾക്ക് നമ്മളെ ഉള്ളില് ഈമാനിന്റെ ശേഷിപ്പുകൾ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മള് മുഅ്മിനീങ്ങളാണ് എന്നുള്ളതിന് ഒരു അടയാളാണ് ആ നിഫാഖ് ഉണ്ടോ എന്നുള്ള ഒരു ഭയം. കാരണം എന്താണ്? നിഫാഖിനെ ഭയക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. കാരണം എന്താണ്? നിഫാഖ് എന്ന് പറയുന്നത് അവസാനത്തിലെ വ്യക്തമാക്കി പറഞ്ഞതാണ്, ഇന്നൽ മുനാഫിഖീന അവസാനത്തിൽ നമ്മൾ എല്ലാവരും അതിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ഒന്ന് ആലോചിച്ചൊക്കെ പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ അതിലൊന്നും ഉൾപ്പെടുത്താതിരിക്കട്ടെ. എന്നാലും ഒരു നിമിഷം നമ്മൾ എത്താൻ പാടില്ലാത്ത ഒരു സിറ്റുവേഷൻ, അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നരകത്തെ ഭയക്കുന്നത് എങ്ങനെയാണ്? നരകത്തെ കാണുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം? നരകത്തിനെ ഭയക്കണം എന്നാണ് അല്ലെ? അതേപോലെ സ്വർഗത്തെ കാണുന്ന പോലെ സ്വർഗത്തിനെ കൊതിക്കണം എന്നാണ്. അതുകൊണ്ട് തന്നെ ആലോചിച്ച്, നമ്മളിൽ എങ്ങാനും നിഫാഖ് അവശേഷിക്കെ നമ്മൾ അള്ളാനെ കണ്ടുമുട്ടുകയാണ്. നിഫാഖുള്ളവര് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അതിന് മുകളിലേക്ക് മുശ്രിക്കീങ്ങളും ബാക്കിയുള്ളവരൊക്കെ വരും. ആലോചിച്ച്, നമ്മളെക്കാൾ കുറഞ്ഞ ശിക്ഷ ഫിർഔന അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമ്മളെക്കാൾ കുറഞ്ഞ ശിക്ഷ അബൂലഹബ് അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായിട്ട് എന്ത് ചെയ്യണം? ഭയക്കേണ്ടതുണ്ട്. നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് നിഫാഖിന്റെ ആൾക്കാരെന്ന് പറയുന്ന സമയത്ത് നമ്മള് നിഫാഖിനെ പറ്റിയിട്ട് വളരെ സമാധാനത്തിൽ, അല്ലെങ്കിൽ അതിനെ പറ്റി നമ്മൾ വളരെ ഗൗരവമില്ലാണ്ട് ഇരിക്കരുത്. നിഫാഖ് എന്ന് പറഞ്ഞാൽ അറിയാം, കപട വിശ്വാസമാണ്. അഥവാ പ്രത്യക്ഷത്തില് നമ്മൾ ഭയങ്കര മുഅ്മിനും മുത്തഖിയും സ്വാലിഹത്തും മുഅ്മിനത്തും ഒക്കെ ഇരിക്കും. പക്ഷെ നമ്മളെ യഥാർത്ഥ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ലഹവുകളിലും ലഅബുകളിലും അയ്യാദുബില്ല, നമ്മൾ അതിലൊക്കെയും ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മളെ സമയം കൊല്ലികളായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്ന, അഥവാ രണ്ട് മുകളുള്ളവര്, ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അവരെന്തായിരിക്കും? എല്ലാം ചെയ്യുന്നവരായിരിക്കും. പക്ഷെ ആ കൽബുണ്ടല്ലോ, ആ കൽബിനുള്ളില് ഒന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അധികരിച്ച പ്രാർത്ഥനകളിൽ ഒന്നായിരുന്നു എന്ത്? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ മുനാഫിഖിൽ നിന്ന്, നിഫാഖിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് രക്ഷപ്പെടുക? നമ്മൾ മനസ്സിലാക്കണം. ആദ്യം തന്നെ പറഞ്ഞു വരുന്ന ഒരു വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾക്ക് നമ്മളെ നഫ്സിനെ, എനിക്ക് നിഫാഖിനെ എന്നെ നിഫാഖ് പിടിക്കോ, ഞാൻ മുനാഫിഖായി പോകുമോ എന്നുള്ള ഭയം നമുക്ക് കൃത്യമായി വ്യക്തമായി ഉണ്ടെങ്കിൽ, ആ ഭയത്തെ തൊട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നമ്മളെ ഹൃദയത്തിന് മിടിപ്പുണ്ട്. ഹൃദയത്തിന്റെ എവിടെയോ വൈറസ് ബാധിക്കാതെ പച്ചപ്പ് ബാക്കിയുണ്ട്. അവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു ഭയം വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, എല്ലായിടത്തും ആ വൈറസിനെ ബാധിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഏറ്റവും ശക്തമായ ട്രീറ്റ്മെന്റ് എടുക്കണം. അവസാനത്തിലെ കാത്തുരക്ഷിക്കട്ടെ. ഒന്നാമതായി കൊണ്ട് നമുക്ക് വേണ്ടത് എന്താണ്? ഞാനിതിങ്ങനെ പറയുന്ന സമയത്ത് നിഫാഖിനെ പറ്റി നമ്മൾ ഒരുപാട് മുന്നേ സംസാരിച്ചതാണ്, സുബ്ഹാനല്ലാഹ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടതും ഏറ്റവും കൂടുതൽ ബോധേഡാവേണ്ടതും ഈ നിഫാഖിനെ പറ്റി തന്നെ ആയിരിക്കും എന്നുള്ളത്. ബോധേഡാവേണ്ടതിൽ വിഷയങ്ങളിൽ ഒന്ന് നിഫാഖ് തന്നെയാണ് എന്നുള്ളത്. കാരണം നമ്മുടെ ഇഖ്ലാസിനെ ഇല്ലാണ്ടാക്കുന്ന, നമ്മളെ ഈമാനിനെ ഇല്ലാണ്ടാക്കുന്ന ഈ ഒരു പ്രവർത്തനത്തിൽ നമ്മൾ ഇതിനെ മറന്നു പോയി കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കരിക്കുന്നു, നമ്മൾ നോമ്പ് വെക്കുന്നു, സുബ്ഹാനല്ലാഹ്, നമ്മളെ ഹൃദയം അപ്പുറത്ത് മരിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനത്തിൽ നമ്മൾ കാത്തുരക്ഷിക്കട്ടെ. എന്നിരുന്നാലും ഒന്നാമതായിക്കൊണ്ട് എല്ലാരും ആദ്യം ഈ പറയുന്ന എല്ലാതും ആദ്യം എനിക്കാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രോഗം ബാധിച്ചവനാണ് ഒരുപക്ഷെ രോഗം കാണുന്നവരെക്കാൾ ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഡോക്ടർക്ക്.
അതെന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം എന്ത് നമ്മൾ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലുള്ള നിഫാഖിനെ മാറ്റുകയും നമ്മളെ ഹൃദയം ഏറ്റവും ഏറ്റവും പരിശുദ്ധാക്കിയും തരട്ടാൻ വേണ്ടിയാണ്. ഒന്നാമതായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ നഫ്സിനെയും നമ്മുടെ കൽബിനെ നമ്മൾ എന്ത് ചെയ്യണം, ജിഹാദിൽ കൊണ്ടുവരണം. അഥവാ നമ്മൾ മനസ്സിലാക്കുക, എപ്പോഴാണോ നമുക്ക് ഈ ഒരു പോയിന്റ് നിങ്ങൾ കൃത്യമാക്കിയിട്ട് മനസ്സിലാക്കണം, നമുക്ക് നമ്മളെ റബ്ബിനോടുള്ള ആ ഒരു സ്നേഹം, അതുപോലെ തന്നെ നമുക്ക് നല്ല യഖീനും, അഥവാ നമ്മളെ ദുനിയാവില് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിക്കോട്ടെ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന എന്ത് വിധികൾക്ക് മുൻപിലാണെങ്കിലും അതിന്റെ ദുനിയാവിന്റെ ഓരോ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാലും യഖീനോടുകൂടി ഉറച്ചു നിൽക്കാൻ നമുക്ക് എപ്പോഴാണോ നമ്മൾ ആ സ്റ്റേബിൾ ആയിന്ന് നമുക്ക് തോന്നുന്നത്, അതുവരേക്കും നമ്മൾ എന്ത് ചെയ്യണം, അതികഠിനമായി ജിഹാദ് ചെയ്യണം. എന്തിനോടൊക്കെ? നമ്മളെ നഫ്സിനോടും നമ്മളെ കൽബിനോടും. സുബ്ഹാനല്ലാഹ്, ജിഹാദ് അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പറ്റും, ഏറ്റവും കഠിനമായ ജിഹാദ് എന്താണ്? അത് നമ്മളെ നഫ്സിനോട് ചെയ്യുന്ന ജിഹാദാണ്. സുബ്ഹാനല്ലാഹ്, ഇത് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ട് അല്ലെങ്കിൽ നല്ല അനുഭവമുള്ള വിഷയമായിരിക്കും. സുബ്ഹാനല്ലാഹ്, അവസാനത്തില് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അപ്പോ ഒന്നാമതായി കൊണ്ട് നമ്മൾ അതിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം, നിരന്തരം പണിയെടുത്തോണ്ടിരിക്കണം, നമ്മുടെ നഫ്സിനെ, നമ്മുടെ കൽബിനെ ആ ജിഹാദിൽ കൊണ്ടുവരാന്. സുബ്ഹാനല്ലാഹ്, നമ്മൾക്കൊരു ചോദ്യം ഉണ്ട് അല്ലെ, നമുക്കിതിപ്പോ ഞാൻ പറഞ്ഞപ്പോ ഓക്കെ, മഹബത്ത് അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹത്തിലും ആ യഖീനിലും നമ്മളെ ഹൃദയം കഴിഞ്ഞാല് നമ്മൾ ജിഹാദിൽ നിന്ന് രക്ഷപ്പെട്ടോന്ന്. അപ്പൊ സുബ്ഹാനല്ലാഹ്, നമ്മൾക്ക് നമ്മൾ അള്ളാഹുവിനെ പറ്റി യഥാർത്ഥ രൂപത്തിൽ നമ്മൾ അറിഞ്ഞ് അവന്റെ സ്നേഹം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ലെവല് മാറി. പിന്നെ ആ ജിഹാദൊക്കെ നമ്മൾ ആ ജിഹാദിൽ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ജിഹാദ് ഏത് വരെയാണുള്ളത്? റബ്ബിനെ കണ്ടുമുട്ടുന്നവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഒരു മുഅ്മിൻ എങ്ങനെയാണ് അള്ളാഹിനെ കണ്ടുമുട്ടല്? അവന് വേർത്ത് ക്ഷീണിച്ചവനായിരിക്കും. അതിന്റെ അർത്ഥം എന്താണ്? അഥവാ അവൻ അത്രയും കഠിനമായി ഈ ദുനിയാവിന്റെ ഫിത്നകളോടും ദുനിയാവിന്റെ അവന്റെ ഹവകളോടും ശഹവാത്തുകളോടും ശുബഹാത്തുകളോടും ഒക്കെ അവനെ നിരന്തരം പോരാടിയിരിക്കും. ഏതുവരെ? അവന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നവരെ. അതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ്, നമ്മളെ ഈ ഒരു ദുനിയ ഒന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. ഏറിപ്പോയ ഒരു പക്ഷേ നമ്മൾ ഇനി ജീവിച്ച അത്രയും ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കാനുണ്ടായിരിക്കില്ല. ഒരു പക്ഷെ നമ്മളെ ഹൃദയം നമ്മൾ ഈ ആന്റി വൈറസ് ആക്കി തൗബയെ കൊണ്ട് കഴുകി ശുദ്ധിയാക്കി അതിനങ്ങനെ ക്രിസ്ത്യലാക്കി നമ്മൾ മാറ്റുന്ന സമയത്ത് നമ്മൾ സക്കറാത്ത് എത്തിയേക്കാം. ഒരു പക്ഷേ ഇനി അടുത്തൊരു സെക്കൻഡുകൾ, അടുത്തൊരു മണിക്കൂറുകൾ, അല്ലെങ്കിൽ അടുത്ത കുറച്ച് ദിവസങ്ങൾ, അടുത്ത കുറച്ച് മാസങ്ങൾ, അടുത്ത കുറച്ച് വർഷങ്ങൾ മാത്രമേ നമ്മൾ ഈ ദുനിയാവിൽ ഉണ്ടാവുള്ളൂ. ആ കുറച്ച് ദിവസങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം, കഠിനമായി പരിശ്രമിക്കാം നമ്മളെ റബ്ബിനെ കണ്ടുമുട്ടുന്നവരെ. പിന്നെന്താണുള്ളത്? സുബ്ഹാനല്ലാഹ്, ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, എന്റെ സ്വർഗത്തിൽ പ്രവേശിച്ചോ എന്നുള്ള പറയുന്ന ബുഷ്രയാണ് നമുക്ക് അവിടെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മള് യഖീനിലെത്തുന്ന, അഥവാ നമ്മളെ ദുനിയാവിന്റെ എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നു കഴിഞ്ഞാലും ആടി ഒലയാത്ത രൂപത്തില് നമ്മൾ എപ്പോഴാണോ യഖീനാവുന്നത്, എപ്പോഴാണോ നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക്, ആ ലെവലിലേക്ക് നമ്മൾ എത്തുന്നത്, അതുവരേക്കും അതുപോലെ തന്നെ നമ്മുടെ റബ്ബിനെ യഥാർത്ഥത്തിൽ അറിഞ്ഞ് അവന്റെ യഥാർത്ഥത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കി അവനെ സ്നേഹിക്കുന്നത് നമ്മൾ എപ്പോഴാണോ, അതുവരേക്കും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ നഫ്സിനെ പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ആ നഫ്സ്, നമ്മളെ കൽബ് ആ ലദ്ദത്ത് മനസ്സിലാക്കി ആ കൽബ് അതിന്റെ വഴിയേ സഞ്ചരിക്കും. സുബ്ഹാനല്ലാഹ്, നമുക്കറിയാം സലഫു സ്വാലിഹ്യങ്ങളുടെ ചരിത്രമൊക്കെ. ഇനി ഈ മുജാഹിദ്, ജിഹാദ് എന്താണ്? ഒന്നാമത്തെ വിഷയം ജിഹാദ് നമ്മൾ പറഞ്ഞു. ആ ജിഹാദ് എങ്ങനെയാണ്? നിന്റെ നഫ്സിനെ നീ എന്ത് ചെയ്യണം? അള്ളാന്റെ അനുസരണയിൽ നീ അതിനെ കൊണ്ടുവരണം. അപ്പോ നമ്മൾ കരുതും അത് സിമ്പിൾ ആണ്, പക്ഷെ അതിനേക്കാൾ ടഫായിട്ടുള്ള കാര്യവും ഉണ്ടാവില്ല. അഥവാ നമ്മളെ നഫ്സിനെ അള്ളാഹ് പറഞ്ഞത് എന്താണോ അതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു പോയിന്റ് പോലും അതിൽ നിന്ന് നമ്മളെ വകയില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ത്വാഅത്തിൽ നമ്മളെ നഫ്സിനെ എന്ത് ചെയ്യുക, പരിശീലിപ്പിച്ചെടുക്കുക, അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം.
അതുപോലെ തന്നെ രണ്ടാമത്തെ വിഷയം എന്താണ് ജിഹാദ് എന്ന് പറഞ്ഞാല്, ഒന്നാമത്തെ ജിഹാദിലെ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? അള്ളാന്റെ താഴത്തിന് നമ്മൾ ഹൃദയത്തെ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. രണ്ടാമത്തത് എല്ലാ മാനസികതകളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. നമ്മളെ ഹൃദയത്തെ, നമ്മളെ എല്ലാ മാനസികതകളിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ളത്. അപ്പൊ അതെങ്ങനെ സാധ്യമാവുക? ഒന്നാമത്തെ വിഷയം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആരും തന്നെ എന്തരല്ല പാപമുക്തരായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ആരെയും സൃഷ്ടിച്ചിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ നബിമാരെ, അവന്റെ അമ്പിയാക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വന്നതും വരാനിരിക്കുന്നതും കഴിഞ്ഞതുമായ പാപങ്ങളിൽ നിന്ന് മുക്തരാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരും എന്തല്ല പാപമുക്തരല്ല. അതുകൊണ്ട് തെറ്റുകൾ ചെയ്ത് പോവന്നെ ചെയ്യും. പക്ഷെ നമ്മളെ നഫ്സിന് എന്ത് ചെയ്യണം, നമ്മളെ കൽബിന് എന്ത് ചെയ്യണം, അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പരിശീലിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, അത്വാഅത്തുലില്ല, അള്ളാഹിനോടുള്ള അനുസരണയാണ്. അതാണ് എന്ത്, അള്ളാഹുവിനോടുള്ള കണക്ഷന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനുസരണയാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അനുസരണയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള, അള്ളാഹുവിനോടുള്ള കണക്ഷന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പൊ നമുക്ക് അള്ളാഹുവിനോടുള്ള കണക്ഷൻ, നമ്മളെ റബ്ബുമായിട്ട് നമുക്ക് എങ്ങനെയാണ് ഏറ്റവും അഖറബാവാൻ പറ്റുക, ഏറ്റവും ക്ലോസ് ആവാൻ പറ്റുക? അള്ളാഹ് പറഞ്ഞത് എന്താണോ അനുസരിക്കുക. അഹ്ലുൽ ജന്നന്റെ വിശേഷണം എന്താണ്? സമീഅന വ അത്അന. അഹ്ലുൻ നാറിന്റെതോ സമീഅന വ അസൈന, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ ധിക്കരിച്ചു. സ്വർഗക്കാര് ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. അതുകൊണ്ട് താഅത്താണ്, അതാണ് എന്ത്, അള്ളാഹുമായിട്ടുള്ള ആ ഒരു സ്വലത്തിന്റെ, ആ ഒരു കണക്ഷന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്. ഇനിയോ രണ്ടാമത്തത് മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഞാൻ രണ്ട് കാര്യം പറഞ്ഞു. മൂന്നാമത്തെ വിഷയം താഴത്തിനെ പറ്റി പറഞ്ഞു. നാലാമത്തെ വിഷയം മനസ്സിലാക്കുക, ഈ പാപങ്ങൾ ഉണ്ടല്ലോ, ഈ മാസിയത്തുകൾ, അതെന്താണ്? അത് നമ്മളെ റൂഹിനെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കണക്ഷനെ ഓരോന്നോരോന്നോരോന്നായിക്കൊണ്ട് മുറിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അഥവാ ഈ പാപങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മുടെ ഹൃദയങ്ങളെ അശ്രദ്ധമാക്കും, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് നമ്മൾ കെട്ടിപ്പടുക്കുന്ന ഈ ഒരു ബന്ധത്തെ, ആ ഒരു അടുപ്പം, ആ ദൂരം എന്ത് ചെയ്യും, കൂട്ടും പാപങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ പാപങ്ങൾ എന്നുള്ളത് നമ്മൾ പറഞ്ഞു, അതെന്താണ്, നമ്മുടെ റൂഹിനെ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള നമ്മുടെ ഈ ഒരു കണക്ഷനെ അത് വേർപ്പെടുത്തിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ ഒരു വിഷയം, നമ്മളെ ഹൃദയങ്ങളെ കടുപ്പുള്ളതാക്കും. നമ്മൾ പറഞ്ഞ വൈറസ് ഇല്ലേ, അതിലേറ്റവും മാരകമായിട്ടുള്ള, അഥവാ നമ്മളെ ഹൃദയത്തെ ഡാർക്ക് ആക്കുന്ന, ഏറ്റവും കടുപ്പം കൂട്ടുന്ന വിഷയമാണ് പാപങ്ങൾ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ പാപങ്ങളാണ് നമ്മളെ അശ്രദ്ധയിലേക്കും ഗഫ്ലത്തിലേക്കും അതുപോലെ തന്നെ വീഴ്ചകളിലൊക്കെ സുബ്ഹാനല്ലാഹ് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇതിൽ നിന്നുള്ള ഏറ്റവും നല്ല ഇലാജുകൾ, ഏറ്റവും നല്ല പോംവഴികൾ, ഇതിൽ നിന്നുള്ള ഏറ്റവും നല്ല മരുന്നുകൾ നമ്മൾ എന്ത് ചെയ്യണം, സദാ കണ്ടെത്തിക്കൊണ്ടിരിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുത്തഫിഫിനിൽ പറഞ്ഞാൽ കാണാൻ പറ്റും, കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സുബ്ഹാനഹു എത്ര ക്ലിയർ നോക്ക്. അഥവാ അവര് ചെയ്തതിന്റെ ഫലമായിക്കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ഹൃദയങ്ങൾക്ക് ഒരു കറുപ്പ് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഹൃദയത്തെ എന്ത് ചെയ്യട്ടെ, കാത്ത് രക്ഷിക്കുമാറാട്ടെ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ യൂനുസിൽ പറഞ്ഞ കാണാൻ പറ്റും, ثم بعثنا من بعده رسلا إلى قومهم فجاءهم بالبينات فما كانوا ليؤمنوا بما كذبوا به من قبل. എന്നിട്ട് അള്ളാഹു പറയാണ്, كذلك نطبع على قلوب المعتدين. അഥവാ യൂനുസ് നബിന്റെ അഥവാ ഓരോ നബിമാർ, അദ്ദേഹത്തിന് ശേഷം എന്ത് ചെയ്യാണ്, പല നബിമാരെയും അവരുടെ ജനതയിലേക്ക് അയച്ച സമയത്ത് എങ്ങനെ ഉണ്ടായത്,
ഓരോരുത്തരും തെളിവുകളുമായി, ഓരോ നബിമാരും തെളിവുകളുമായി കൊണ്ട് ആ ജനതയുടെ അടുത്തേക്ക് വരുന്ന സമയത്തും അവരെന്താക്കി, ആ തെളിവുകളൊക്കെയും അവഗണിച്ച് കളഞ്ഞു, അതിനൊക്കെയും നിഷേധിച്ച് കളഞ്ഞു, അതിനൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ കദാലിക നത്ബഉ അലാ ഖുലൂബിൽ മുഅ്തദീൻ, അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തായി, ഈ മുഅ്തദീങ്ങളുടെ അക്രമകാരികളുടെ ഹൃദയങ്ങൾക്ക് മേല് മുദ്ര വെച്ചു എന്നുള്ളത്. അപ്പൊ അവരുടെ ഹൃദയത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സീല് വെക്കാനുള്ള കാരണം എന്താണ്? അവർക്ക് വന്നെത്തിയ തെളിവുകൾ അവരെന്താക്കി, അവഗണിച്ചു തള്ളി, ഒഴിവാക്കി തള്ളി എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, വളരെ ഭയപ്പാടോടുകൂടി നമ്മൾ കാണേണ്ടുന്ന ഒരു വിഷയമാണ് നമ്മളെ ഹൃദയത്തിനും ഇങ്ങനെ വന്നിട്ടുണ്ടോ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആയാത്തുകൾ നമ്മളെ മുൻപിൽ ഇടുന്നുണ്ട്. നമുക്ക് ഏറ്റവും വലിയ തെളിവുകളായി നമ്മളെ പരിശുദ്ധ ഖുർആൻ തന്നെ മുൻപിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയ തെളിവുകളായിക്കൊണ്ട് അവന്റെ ഓരോ ദൃഷ്ടാന്തങ്ങൾ നമ്മളെ മുൻപിലുണ്ട്. അതൊന്നും പോരാത്തതിന് നമുക്ക് ഓരോ റിമൈൻഡേഴ്സ് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുൻപിൽ ഇടുന്നുണ്ട്. ചിലപ്പോൾ പ്രകൃതി ദുരന്തങ്ങളായിരിക്കാം, നമ്മൾ ഇഷ്ടപ്പെട്ടവരെ മരണങ്ങളായിരിക്കാം, ചില പേടിപ്പിക്കുന്ന മരണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും, ചില നല്ല മരണങ്ങൾ നമ്മൾ മുന്നിൽ കണ്ടിട്ടുണ്ടാവും, കേൾക്കുന്നുണ്ടാവും, ചില എന്താ പറയാ, ആകാശ ഭൂമികളുടെ വ്യതിയാനങ്ങൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതൊക്കെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനൊക്കെ നിഷേധിച്ച് തള്ളുന്നുണ്ടെങ്കിൽ, ഇതിനൊന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, പോഷണം ലഭിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. കാരണം എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞിട്ടുണ്ട്, കദാലിക നത്ബഉ അലാ ഖുലൂബിൽ മുഅ്തദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിന് സീല് വെച്ച, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിന് കൂട്ടിട്ട ആൾക്കാരിൽ നിന്നൊക്കെ നമ്മള് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യട്ടെ, സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ മുഅ്മിൻ എന്താണ്, അവന്റെ കഠിനമായി കൊണ്ട് പരിശ്രമിക്കണം. എന്തിനു വേണ്ടിയിട്ട്? തത്ഹീറുൽ ഖൽബ്, അവന്റെ ഹൃദയത്തെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. എന്തിൽ നിന്ന്? ആ ഹൃദയത്തിന് ബാധിക്കുന്ന ആ കറുപ്പിൽ നിന്ന്, ആ ഹൃദയത്തിന് ബാധിക്കുന്ന ആ രോഗങ്ങളിൽ നിന്നൊക്കെയും ഹൃദയത്തെ ശുദ്ധിയാക്കാന് അവന് കഠിനമായി കൊണ്ട് പരിശ്രമിക്കേണ്ടതുണ്ട്. ശരിക്കും സുബ്ഹാനല്ലാഹ്, ഒന്നും വേണ്ട, നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് നമ്മളെ ചിന്തകളൊന്ന് അനലൈസ് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രം മോശമായിട്ടുള്ള, അല്ലെങ്കിൽ എത്രമാത്രം മലിനമായിട്ടുള്ള, അല്ലെങ്കിൽ എത്രമാത്രം എന്താ പറയാ, വിരൂപമായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളുമാണ് നമ്മളെ ഹൃദയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാരും കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മളെ ഹൃദയത്തെ എന്ത് ചെയ്യുക, സിക്റിനെ കൊണ്ട് നമ്മൾ സദാ ഹയാത്താക്കുക. അഥവാ സുബ്ഹാനല്ലാഹ് 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 എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് റീലുകൾ ഇപ്പുറത്ത് എന്താണ്, റീലുകൾ സ്ക്രോൾ ചെയ്യുന്ന നാവുകൾ ചലിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മളെ ഹൃദയങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള ഒരു സുബ്ഹാനല്ലാഹ്, നമ്മളെ ഹൃദയം അറിഞ്ഞുകൊണ്ടുള്ള ഒരു അൽഹംദുലില്ലാഹ്, നമ്മളെ ഹൃദയം അറിഞ്ഞുകൊണ്ടുള്ള ഒരു അസ്തഗ്ഫിറുല്ലാഹ്, നമ്മൾ എന്ത് ചെയ്യുക, സദാ നമ്മളെ നാവിനെ, നമ്മളെ ഹൃദയത്തെ ദിക്റിനെ കൊണ്ട് നനവുള്ളതാക്കുക. അതുപോലെ തന്നെ പ്രാർത്ഥനകളെ കൊണ്ട് സദാ അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം ഹൃദയം നന്നാവാതെ നമ്മൾ എന്തൊക്കെയോ ചെയ്തിട്ട് അള്ളാഹിനെ കണ്ടുമുട്ടുന്നത് എത്രയോ ഭയാനകരമാണ്. അവസാനത്തിൽ നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെ സംസാരത്തെ, അഥവാ ഏറ്റവും നിങ്ങൾക്ക് എത്രത്തോളം സാധിക്കുന്നോ അത്രത്തോളം സൈലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളത്. മീൻസ് നമുക്ക് വേണ്ടതില്ലാത്ത, ഇപ്പൊ സോഷ്യലായിട്ട് എല്ലാവരും ഇതിൽ ഓൾമോസ്റ്റ് നമ്മൾ സ്ത്രീകളാണെങ്കിലും നമ്മൾ എന്തായിരിക്കും, സോഷ്യലായിക്കൊണ്ട് നമ്മൾ ശുഗലിലാവുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് സാധ്യമാകുന്നത് എത്രയാണോ അത്രയും നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് വേണ്ടാത്തടത്ത് നമ്മൾ എന്ത് ചെയ്യുക, മിണ്ടാതിരിക്കുക. സംസാരം എന്നുള്ളത്, അനാവശ്യ സംസാരം, അതെന്താണ്, അത് ഖസ്വത്തുൽ ഖൽബാണ്, ഹൃദയത്തെ കാഠിന്യമാക്കും. അമിതമായി കൊണ്ടുള്ള പൊട്ടിച്ചിരി, അനാവശ്യമായി കൊണ്ടുള്ള പൊട്ടിച്ചിരികൾ എന്താണ്, അത് ഹൃദയത്തെ കാഠിന്യമാക്കും. അതുകൊണ്ട് തന്നെ സുബ്ഹാനല്ലാഹ്, ഹൃദയത്തെ കഠിനപ്പെടുത്തുന്ന കുറെ വിഷയങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി ഏറ്റവും നന്നായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, വിട്ടു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ തഖ്വ എന്നുള്ളത് എന്താണ്, അത് നമ്മളെ നഫ്സിന് വേണ്ടിയിട്ടുള്ള അതൊരു പരിചയമാണ്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി നമ്മൾ സദാ പണിയെടുത്തോണ്ടിരിക്കുക.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹ്. കടല് പോലെയുള്ള ഒരു വിഷയമാണ് ഹൃദയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ടായിരിക്കുക. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം എല്ലാ കർമ്മങ്ങളുടെയും ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്നാണെങ്കിൽ അന്നിയാത്ത് മഹല്ലുഹ അൽ ഖൽബ് എന്നാണെങ്കിൽ ആ കൽബ് എന്ത് ചെയ്യണം? ഫസ്റ്റ് നന്നാവേണ്ടതുണ്ട്. കഴിഞ്ഞ ഹലഖയില് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നിയ്യനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാത്തിന്റെയും റൂട്ട് എന്നുള്ളത് ആ കൽബാണെങ്കിൽ ആ കൽബിന്റെ സലാഹിയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഏറ്റവും നന്നായി അതിനു വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഏവരെയും സംരക്ഷിക്കുമാറാവട്ടെ. ഞാനൊരു 8 കാര്യങ്ങൾ ആദ്യം എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഷെയർ ചെയ്യാൻ വിചാരിക്കുകയാണ്. 4 കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതും ബാക്കി 4 കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതുമാണ് നമ്മുടെ ഹൃദയത്തിന്റെ സ്വലാഹിയത്തിന് വേണ്ടിയിട്ട്. ഒന്നാമത്തെ വിഷയം നമ്മൾ പറഞ്ഞു, ആദം സന്തതികൾ എല്ലാവരും എന്താണ്? തെറ്റ് ചെയ്യുന്നവരാണ്. അവരിൽ ഏറ്റവും ബെസ്റ്റ് ആരാണ്? തവ്വാബീങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ഹൃദയത്തിന് എങ്ങനെ അതിന്റെ ആ ഒരു കസ്വ മാറും? അവസാനത്തില് പറഞ്ഞ കാണാൻ പറ്റും, സുമ്മ ഖസ്സത് ഖുലൂബുഹും, അഥവാ അവരുടെ ഹൃദയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കടുത്തു പോയിട്ടുണ്ട്. ഫഹിയ കൽ ഹിജാറതി ഔ അശദ്ദു ഖസ്വ. ഒന്നെങ്കിൽ അത് കല്ലിനെ പോലെ കടുത്തിട്ടുണ്ട്, എന്നിട്ട് പറഞ്ഞു ഏയ് അല്ലല്ല പോരാ, അതിനേക്കാൾ കടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്ക്. ആ ഒരു കല്ല് പൊട്ടിക്കാൻ പെടുന്ന പാട്, അതിനേക്കാൾ കടുത്ത ഹൃദയങ്ങളാണ് നമുക്കുള്ളതെങ്കിൽ സുബ്ഹാനല്ലാഹ്, നമ്മളെല്ലാരും വളരെയധികം ഭയപ്പെടേണ്ടതുണ്ട്. ഒന്നാമത്തത് ആ ഖസ്വത്തുൽ ഖൽബ് ഇല്ലാതാക്കുന്നതിന്റെ സബബുകളിൽ സൊല്യൂഷൻസിൽ പെട്ട ഒന്ന് എന്ന് പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ വിഷയം തൗബയാണ്. എന്താണ് തൗബ? സുബ്ഹാനല്ലാഹ്, നമ്മൾ ചെയ്ത പാപങ്ങൾ എണ്ണി പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നുണ്ട്. നമ്മള് മറന്നത് പോലും വ്യക്തമായി അവന്റെ രേഖയിലുണ്ട്. നമ്മൾ ചെയ്ത പാപങ്ങൾ എണ്ണി പറഞ്ഞ് അള്ളാന്റെ മുൻപിൽ എന്ത് ചെയ്യുക? കരയുക. ഇനി അത് ആവർത്തിക്കൂല എന്നുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഇനി ആ ഒരു തെറ്റിലേക്ക് മടങ്ങാതിരിക്കുക. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ആ തെറ്റുകളിലേക്ക് നമ്മളെ നയിച്ച വഴികൾ ഉണ്ടാവും. ഒരുപക്ഷെ നമ്മളെ ഫോണാവും, നമ്മളെ ഫോണിൽ ചില ആപ്പുകളായിരിക്കും, ചില വ്യക്തികളായിരിക്കും, ചില ചാറ്റുകളായിരിക്കും, ചില നമ്പറുകളായിരിക്കും, ചില ചാനലുകളായിരിക്കും. സുബ്ഹാനല്ലാഹ്, അതൊക്കെയും എന്ത് ചെയ്യുക? ഡിസ്കണക്ട് ചെയ്യാം. അതിനോടൊക്കെയും ഗുഡ് ബൈ പറയാം. കാരണം എന്താണ്? ആ തൗബ പരിപൂർണമാണെങ്കിൽ ആ തൗബയിൽ പെട്ടതാണ് നമ്മൾ ചെയ്ത പാപം ഏറ്റു പറയാ, അതിന് ഖേദമുണ്ടാവുക, അതിലേക്ക് മടങ്ങാതിരിക്കുക എന്നുള്ളത്. ആ മൂന്നാമത്തെ വിഷയം, ആ നിബന്ധന അവിടെ പൂർണ്ണമാവണമെങ്കിൽ, അതിലേക്ക് ഇനി മടങ്ങാതിരിക്കണമെങ്കിൽ ആ വഴികൾ കൊട്ടിയടക്കണം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചാറ്റുകൾ, അത്തരത്തിലുള്ള ആപ്പുകൾ, അത്തരത്തിലുള്ള വ്യക്തികൾ, അത്തരത്തിലുള്ള നമ്പറുകൾ, അത്തരത്തിലുള്ള മറ്റു എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് അതിനോടൊക്കെ ഗുഡ് ബൈ പറയാം. രണ്ടാമത്തെ വിഷയം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഒരു തെറ്റിൽ നിന്ന് നമ്മൾ സെക്യൂർ ആവൽ എപ്പോഴാണ്? അത് അള്ളാന്റെ തൗഫീഖാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണ് ഒരു വ്യക്തിയെ തെറ്റില്ലാത്തവനായി സിറാത്തുൽ മുസ്തഖീമിലൂടെ കൊണ്ടു നടത്താന് അള്ളാന്റെ അടുത്ത് നിന്നുള്ള തൗഫീഖാണ്. അതെങ്ങനെ കിട്ടും? അള്ളാഹിനോട് നിരന്തരമായി കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അവിടെ എന്തുള്ളത്? നമുക്ക് ചെയ്യാനുള്ളത്. മൂന്നാമത്തെ വിഷയം എന്നുള്ളത്, നമ്മൾ ഓരോരുത്തരും തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യം ഉണ്ടാവണം, നമ്മളെ റബ്ബ് ആരാണ്? റഹീമായ റബ്ബാണ്, ഗഫൂറായ റബ്ബാണ്. മാ ഗറക ബിറബ്ബിക്കൽ കരീം, അൽ കരീമായ റബ്ബാണ്. ഈ റബ്ബിനോടാണ് നമ്മൾ ഈ ഒരു തെറ്റ് ചെയ്യുന്നത്. ഈ റബ്ബിന്റെ നമ്മൾ പറഞ്ഞു ത്വാഅത്താണ്, അതാണ് അസാസായിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള വിഷയം എന്നുള്ളത്. അപ്പൊ ആ റബ്ബിനെ തൊട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ റബ്ബിനോടുള്ള അനുസരണക്കേട്. എങ്ങനെയുള്ള റബ്ബ്? റഹീമായ, ഗഫൂറായ, കരീമായ, വദൂദായ ഈ റബ്ബിന്റെ തൊട്ടിട്ടാണ് നമ്മൾ, അവന്റെ മുൻപിലാണല്ലോ ഞാൻ ഈ തെറ്റ് ചെയ്യുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം. അതിനെന്ത് ചെയ്യണം? റഹീം ആരാണ്? എന്റെ റബ്ബിന്റെ റഹീം എന്നുള്ള അസ്മാഉൽ ഹുസ്ന, ആ വിശേഷം എന്താന്ന് നമുക്ക് ബോധ്യം വേണം.
കരീം എന്താണെന്ന് ബോധ്യം വേണം, വദൂദ് എന്താണെന്ന് ബോധ്യം വേണം, ഗഫൂർ എന്താണെന്നുള്ള ബോധ്യമാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് നമ്മൾ ആയതിറങ്ങുക, നമ്മളെ മനസ്സിലുണ്ടായിരിക്കുക എന്റെ റബ്ബ്, ഇങ്ങനെയുള്ള റബ്ബിനോടാണല്ലോ ഞാൻ തെറ്റ് ചെയ്യുന്നത്, സുബ്ഹാനല്ലാഹ്. ആ ഒരു ചിന്ത നമുക്ക് എന്ത് ചെയ്യും, വല്ലാത്ത ലജ്ജ ഉണ്ടാക്കും. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, കോടാനുകോടി മനുഷ്യന്മാരിൽ നിന്ന് സുബ്ഹാനല്ലാഹ് ചേർത്ത് പറയട്ടെ. തുടർന്ന് ഇതിനിടയിലായി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു ഒരു വീഡിയോ കാണാനിടയായി. ഒരു ട്രാവലർ ആണ് അദ്ദേഹം, ഒരു ഗോത്രത്തിന്റെ, കാലീബിയൻ എന്നാണെന്നാണ് എന്റെ ഓർമ്മയ്ക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. ആ ഒരു ഗോത്രത്തിന്റെ അവരെന്ത് ചെയ്യാണ്, അവരുടെ അടുത്ത് പോവാണ്. അപ്പൊ അവരുടെ അടുത്ത് പോയിട്ട് അവരുടെ ജീവിത ശൈലികളൊക്കെ പഠിക്കണം. അപ്പൊ സുബ്ഹാനല്ലാഹ്, ആ ഗോത്രത്തിന്റെ, ആ ട്രൈബ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് കഴിക്കുന്നത് മനുഷ്യന്മാരെ കൊന്നിട്ട്. അവരുടെ അടുത്തേക്ക് വരുന്ന ഇത്തരത്തിലുള്ള ട്രാവലേഴ്സ് ഉണ്ട്, ഇത്തരത്തിലുള്ള യാത്രികന്മാരുണ്ടാവും. അവരെന്ത് ചെയ്യും, അവര് പോയവരൊന്നും പിന്നെ തിരിച്ചു വന്നിട്ടില്ല. കാരണം അവരെ കശാപ്പ് ചെയ്ത് അവരെ കൊന്ന് അവരെ മാംസമാണ് ഇവരുടെ ഭക്ഷണം. അതുപോലെ തന്നെ പച്ച മൃഗങ്ങളെ കൊന്നിട്ടുള്ള മാംസം. അപ്പൊ സുബ്ഹാനല്ലാഹ്, ഞാൻ ഒരു വിഷയം ചിന്തിച്ചതെന്ന് വെച്ചാൽ, സുബ്ഹാനല്ലാഹ്, അല്ലാഹ് നമ്മളെ എത്ര മാന്യന്മാരായിട്ട് സൃഷ്ടിച്ചത്. അവര് നമ്മളെ പോലെയുള്ള മനുഷ്യന്മാരാ, പക്ഷെ അവർക്ക് മാന്യതയില്ല, അവർക്ക് മനുഷ്യത്വമില്ല, അവരുള്ളിൽ കാരുണ്യമില്ല, അവരുള്ളില് നമ്മൾ പറയുന്ന ഓരോ എലമെന്റ്സ് ഒന്നുമില്ല. കാരണം അവരെ പോലെയുള്ള വ്യക്തികൾ അവരെ കൊന്ന് തിന്നുന്നു. യഥാർത്ഥത്തിൽ ജസ്റ്റ് പ്രോപ്പർ ഡ്രസ്സിങ് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൾച്ചർ പോലും ഇല്ലാത്ത വ്യക്തികൾ. അങ്ങനെയുള്ള ഒരു ട്രൈബ്സ് ആണോ ഈ ദുനിയാവിലുള്ളത്? എത്ര എത്ര ഗോത്രങ്ങൾ, സുബ്ഹാനല്ലാഹ്. ഇരുട്ടിന്റെ ഉള്ളിലുള്ളവര്, അവരുള്ളിൽ നിന്ന് നമ്മളെന്താക്കി, അവസാനത്തിലെ മാന്യന്മാരാക്കി, അതവുള്ളവരാക്കി. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഏറ്റവും പ്രോപ്പറായി ഡ്രസ് ചെയ്യുന്നു, ഏറ്റവും ഏറ്റവും ബെസ്റ്റായ ഭക്ഷണം നമ്മൾ കഴിക്കണത്, ഏറ്റവും ഹലാലായ ഭക്ഷണം കഴിക്കണത്. അപ്പുറത്തുള്ള മനുഷ്യന്, അവൻ ഏത് ജാതി ആയിക്കോട്ടെ, അവനൊന്ന് അവിടെ കിടന്ന് നോവുന്ന സമയത്ത് നമ്മളെ കണ്ണ് നിറയും. അവനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ വെമ്പുന്നുണ്ട്, അല്ലേ? സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കി, ഇതൊക്കെ ആരാ നമുക്ക് തന്നത്? അല്ലാഹ് സുബ്ഹാനഹു വ തആല അല്ലേ? നമ്മള് സുബ്ഹാനല്ലാഹ്, ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലാഹ് നമുക്ക് ഹിദായത്ത് തന്നിട്ടില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെയും എത്ര അറപ്പുണ്ടാക്കുന്ന വ്യക്തികളായിരിക്കും. അല്ലാഹ് നമുക്ക് ഹിദായത്ത് തന്നില്ലെങ്കിൽ നമ്മൾ ഹിജാബിനുള്ളില് സംരക്ഷിക്കപ്പെടുന്ന ഈ വജ്രങ്ങളായിട്ട് നമ്മൾ മാറുമോ? അല്ലാഹ് നമുക്ക് ഹിദായത്ത് തന്നില്ലെങ്കിൽ നമ്മളെ ബ്യൂട്ടി നമ്മൾ ഇത്രയും ഇത്രയും സെക്യൂർ ആക്കി കൊണ്ട് നടത്തുമായിരുന്നോ? അല്ലാഹ് നമുക്ക് ഹിദായത്ത് തന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ നമ്മളെ മുറ്റത്ത് കൂടെ നടക്കുന്ന പട്ടിയെയും പൂച്ചയെയും പന്നിയെയും കാക്കയും ഒക്കെ നമ്മൾ തിന്നൂലാന്ന് എന്താ ഉറപ്പുള്ളത്? അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ചൊക്കെ, ഇത്രയേറെ നമ്മൾ സുബ്ഹാനല്ലാഹ് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ആ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് സുബ്ഹാനല്ലാഹ്, ഇത്രയേറെ അല്ലാഹ് സ്ഥാനത്തില് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഇത്രയേറെ അല്ലാഹ് സ്ഥാനത്തിൽ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ആ റബ്ബിനോടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ റബ്ബിന്റെ കൽപ്പനക്കെതിരാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തെറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുവഹ്ഹിദുകളാക്കി, അഹ്ലിയത്ത് തന്നു, അള്ളാന്റെ അഹ്ലിയത്ത് തന്നു. അതുപോലെ തന്നെ നബിമാരുടെ അനന്തര സ്വത്തായിട്ടുള്ള, വറസത്തുൽ അംബിയ ആയിട്ടുള്ള ഇൽമിനെ നമുക്ക് തന്നു. സുബ്ഹാനല്ലാഹ്, പേരിന് മാത്രം മുസ്ലിങ്ങളായിട്ടുള്ള എത്ര ആൾക്കാരുണ്ട്. പലപ്പോഴും ചില വീഡിയോകൾ, ചില വാർത്തകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നലില്ലേ, റബ്ബേ, അവരെ പേരും കൂടെ ഒന്ന് മുസ്ലിം ആന്ന് തോന്നാത്ത രൂപത്തിലായിരുന്നെങ്കിൽ എത്ര നന്നായി. അതായത് ചിലപ്പോ നമുക്ക് തോന്നാറില്ലേ, ഓ, മുസ്ലിം ആന്ന് തോന്നിക്കാൻ രൂപത്തിലുള്ള അവരെ തലേന്ന് ആ തട്ടം കൂടി ഇതാക്കിയിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു ഇടങ്ങേറ് മാറിയിരുന്നു എന്നുള്ളത്. പക്ഷെ സുബ്ഹാനല്ലാഹ്, നമ്മള് അള്ളാഹുവിന്റെ ആയത്തുകളാണ് ധരിക്കുന്നത്. എന്നാലോചിച്ച് നോക്ക്, നമ്മൾ ഈ ഹിജാബും ഈ നിഖാബും ഈ പർദ്ദയും, സുബ്ഹാനല്ലാഹ്, ഒരു പക്ഷെ പുറത്തുള്ളവർക്ക് കാണുന്ന സമയത്ത് ഇവളെന്താ ഈ ഒരു കറുപ്പിനുള്ളിൽ, അല്ലെങ്കിൽ ഇവളെന്താ ഈ ഒരു അഴിഞ്ഞ് ലൂസായ ഡ്രസ്സിനുള്ളിൽ ഇങ്ങനെയെന്ന് തോന്നിയെങ്കിലും, പക്ഷെ നമുക്കത് പ്രൗഡാണ്. കാരണം എന്താ, എന്റെ അള്ളാഹ് എന്റെ നബിനോട്, എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, എന്റെ ഉമ്മമാരോടും പിന്നെ മുഅ്മിനാത്തുകൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോടും പറഞ്ഞ വിഷയം ഞങ്ങളിത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ വലിയ ഇസ്സത്ത് എന്താണുള്ളത്?
ഇപ്പൊ സുബ്ഹാനല്ലാഹ് പറഞ്ഞു വന്നത്, മൂന്നാമത്തെ വിഷയം നമുക്ക് ബോധ്യം ഉണ്ടാവേണ്ടത് ഇങ്ങനെയുള്ള റബ്ബിന്റെ മുൻപിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ മാസിയത്തുകൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. അള്ളാഹ് റഖീബാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹ് സൂക്ഷ്മമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മള് നമ്മളെ ഹൃദയത്തെ എപ്പോഴും സ്കെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. എന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താണ്, എന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താണ്. ശരിക്കും ഞാൻ പറയട്ടെ, വല്ലാഹി നമ്മളെ ഹൃദയത്തെ ഇങ്ങനെ സൂം ചെയ്യണ സമയത്ത് നമുക്ക് അതിന്റെ ലോകത്തിന്റെ ഭീകരാവസ്ഥ മനസ്സിലാവും. അപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചെറിയ ചെറിയ വൈറസുകള്, അതിനൊക്കെ നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ ഇത്രയും വൃത്തിയിട്ട സാധനമായിരുന്നു എന്ന് നമുക്ക് തോന്നൂലേ? ഒരുപക്ഷെ നമ്മൾ കണ്ട ഏറ്റവും വലിയ ഭീകര രൂപങ്ങൾ ഒരുപക്ഷെ ചില വൈറസുകളായിരിക്കും മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് കാണുന്ന സമയത്ത്. സുബ്ഹാനല്ലാഹ്, അതിങ്ങനെ ഇരക്കുന്നതൊക്കെ കാണുമ്പോൾ അതേമാതിരി അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഒരുപാട് വൈറസുകളാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്. സുബ്ഹാനല്ലാഹ്, ചില സലഫുകൾ പറഞ്ഞാൽ കാണാൻ പറ്റും, എന്റെ പാപങ്ങൾക്ക് എങ്ങാനും ദുർഗന്ധം ഉണ്ടായിരുന്നെങ്കിൽ വല്ലാഹി ഒരു മനുഷ്യനും എന്റെ അടുത്ത് ഇരിക്കൂലായിരുന്നു എന്നുള്ളത്. സലഫുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ പറയേണ്ടി വരിക. മറ്റു ചില സലഫുകൾ, ചിലവരെന്ത് ചെയ്യുന്നു, അവരെ കയ്യിൽ ഒരു പേപ്പർ കഷ്ണം, പേപ്പർ ചുരുട്ടുകൾ അവരുടെ പോക്കറ്റുകളിൽ ഉണ്ടാവും. എന്നിട്ട് ഒരു പാപം ചെയ്യാന് തോന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പാപത്തിലേക്ക് അവർക്ക് മനസ്സ് ഇച്ഛ വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, അവരെ കയ്യിലുള്ള തീപ്പെട്ടി ഉരസി ആ ഒരു പേപ്പർ കഷ്ണം കത്തിക്കും. എന്നിട്ട് അവര് ആ ഒരു ചൂടിന്റെ മുന്നിൽ അവന്റെ കയ്യിനെ, അല്ലെങ്കിൽ അവരുടെ കൈകളെ, അല്ലെങ്കിൽ അവര് അതിനെ മുന്നിൽ നിർത്തിയിട്ട് പറയും, ഇതിനേക്കാൾ അതികഠിനമായ തീയാണ് ഈ തെറ്റ് അല്ലെങ്കിൽ ഈ ഒരു പാപത്തിന്റെ ഈ വഴിയിലൂടെ ഞാൻ പോണ സമയത്ത് എനിക്ക് നേരിടാനുണ്ടാവും. അതുകൊണ്ട് നഫ്സെ നീ അടങ്ങിക്കോ, നീ സ്വബ്ർ ചെയ്തു എന്നുള്ളത്. ചില സലഫുകളെ പോക്കറ്റുകളിൽ ചില പേപ്പർ കഷ്ണങ്ങൾ ഉണ്ടാവും. അതില് സുബ്ഹാനല്ലാഹ് അവർ എഴുതിയ കാണും, ഇന്നമാ ഹിയ അയ്യാമുൻ ഖലാഇൽ വൽ മൗഇദുന അൽ ജന്ന. തീർച്ചയായിട്ടും ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, കുറച്ചേ ഉള്ളൂ. അയ്യാമുൽ ഖലാഇലാണ്. നമുക്കുള്ള വാഗ്ദാനം എന്താണ്, അത് സ്വർഗാണെന്ന്. ചില സലഫുകളെ പോക്കറ്റിൽ ചില പേപ്പറുകൾ ഉണ്ടാവും. അതെന്താണ്, ഫസ്ബിർ വസ്ബിർ, അഥവാ അഫൻ ഒരു മിനിറ്റ്. ചില സലഫുകളെ പോക്കറ്റിൽ കാണാൻ പറ്റുന്നത്, അഥവാ സൂറത്ത് തൂറിലെ ലാസ്റ്റത്തെ ആയാണ്, ആ ഒരു ഭാഗം അവരെ പോക്കറ്റിൽ ഉണ്ടാവുന്നത് എന്താണ്, തീർച്ചയായിട്ടും അള്ളാന്റെ ഹുക്മല്ലേ, അള്ളാന്റെ വിധിയല്ലേ, അതിൽ നീ എന്ത് ചെയ്തോ, വസ്ബിർ, എന്താ റബ്ബിന്റെ വിധിയല്ലേ, അതിൽ നീ എന്ത് ചെയ്യും, അത് റബ്ബിന്റെ വാക്കാണ്. തീർച്ചയായിട്ടും അള്ളാഹ് കാണുന്നുണ്ട്. അള്ളാഹ് സുബ്ഹാനഹു വ തആല നമ്മളെ ഓരോ നീക്കങ്ങളും കാണുന്നുണ്ട്. ഇത്തരത്തില് ഓരോരോ സ്റ്റെപ്പുകൾ എന്ത് ചെയ്യും, സലഫുകളുടെ ജീവിതത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോ നമ്മൾ മനസ്സിലാക്കുക, ഗഫൂർ റഹീമായ അൽ കരീമായ അൽ വദൂദായ റബ്ബിന്റെ മുൻപിലാണ് ഞാൻ ഈ ഒരു അനുസരണക്കേട് കാണിക്കണം എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവുക. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഓക്കെ, ഞാന് നമ്മളെ തെറ്റുകളെ പറ്റിയിട്ട്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇന്ന തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്, എന്റെ വീക്ക് പോയിന്റ്സ് ഇതൊക്കെയാണ്, എന്നെ വൈറസ് ബാധിക്കുന്ന അവസ്ഥകൾ ഇതൊക്കെയാണ് എന്നുള്ള ബോധ്യം, ആ പോയിന്റുകൾ ഏതാന്നുള്ള വ്യക്തമായ ബോധ്യമാണ്. ഇപ്പം നമ്മൾ സ്ത്രീകളാണ്, അതിൽ ഞാൻ പറയട്ടെ, കോമൺ ആയിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ വീഴാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് നമ്മളെ പീരിയഡ്സിന്റെ ടൈമിൽ തന്നെ ആയിരിക്കും. കാരണം സുബ്ഹാനല്ലാഹ്, ഒന്നാമത്തത് നമുക്ക് ആ ഒരു സിലത്തില്ല, നമ്മള് അവിടെ നിസ്കരിക്കുന്നില്ല, അത്തരത്തിലുള്ള നമ്മൾ കുറച്ച് ബാക്കിലാണ് സമയത്ത്. ഓക്കെ, കുറച്ച് എൻജോയ്മെന്റ്, കുറച്ച് എന്റർടൈൻമെന്റ്, അല്ലെങ്കിൽ ഒന്ന് ഫ്രീ അല്ലേ എന്ന് കരുതി നമ്മൾ പോകുന്ന ഒരുപാട് വഴികളുണ്ട്. അത്തരത്തില് നമ്മൾ ഓരോരുത്തരും നമ്മളെ വീക്ക് പോയിന്റ് ഏതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക.
എന്റെ തെറ്റുകളെ പറ്റി ഞാൻ ഏറ്റവും കൂടുതൽ ഏത് മേഖലയിലാണ് തെറ്റ് വരുത്തുന്നത് എന്നുള്ള കൃത്യമായ ബോധ്യം ഉണ്ടാവുക. എന്നിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുക, നമ്മളെ ഓരോരുത്തരെയും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഈ ഒരു 4 കാര്യങ്ങൾ ഒഴിവാക്കാനുള്ളത് അത് ഞാൻ നിങ്ങളോട് പറയാണ്. അഥവാ ഒന്നാമത്തെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആ തെറ്റുകൾ വരുന്ന, ആ വൈറസുകൾ വരുന്ന സാഹചര്യങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഫോണിന്റെ വൈറസ്, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു, ഫോണിന്റെ വൈറസ്, അത്തരത്തിൽ വൈറസുകൾ വരുന്ന അൺസെക്യൂർ ആയിട്ടുള്ള ആപ്പുകൾ നമ്മൾ ഒരിക്കലും കേൾക്കൂല. ഇനി അത് ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ആക്കുമ്പോൾ തന്നെ നമ്മളെ ഫോണ് ചോദിക്കും, ഇത് സെക്യൂർ അല്ല, ഡൗൺലോഡ് ആക്കണോ, ഇൻസ്റ്റാൾ ചെയ്യണോ എന്ന് ചോദിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു തവണ ചിന്തിച്ചിട്ടേ അത് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ വേറെ ഏതെങ്കിലും വഴിക്കൂടൊക്കെ നമ്മൾ ചെയ്യുക. സുബ്ഹാനല്ലാഹ്. അതേപോലെ നോക്കി, നമ്മൾക്കൊരു തവണ രോഗം വന്നതാണെങ്കിൽ പിന്നെ ഒരു കല്യാണ വീട്ടിൽ പോയി, ഫോർ എക്സാമ്പിൾ, അവിടുന്ന് വെള്ളം കുടിക്കോ? ഒരു തവണ മഞ്ഞപ്പിത്തം വന്ന ഒരാൾ അവിടുന്ന് വെള്ളം കുടിക്കോ? ഏയ്. കാരണം എന്താ, ആ വെള്ളം എങ്ങനെയാണ് വരുന്നതെന്ന് അവർക്കറിയില്ല. പൊരിക്കടികൾ തിന്നോ? ഏയ്. കാരണം എന്താ, ഓവറായിട്ടുള്ള എണ്ണക്കടികള് ഹെൽത്തി അല്ല. സുബ്ഹാനല്ലാഹ്, എത്രമാത്രം അവര് കെയർ ചെയ്തിരിക്കും. പ്രിയപ്പെട്ടവരെ, അതൊക്കെ ഒരു സൈഡിലേക്ക് വെച്ചോ. കാരണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഹൃദയത്തിന് വൈറസ് ബാധിക്കുന്ന ആ മേഖലകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം, ആ സാഹചര്യങ്ങളൊക്കെയും നമുക്ക് വ്യക്തമായിരിക്കണം. അതിൽ നിന്ന് നമ്മൾ ഒഴിവാകണം, അതിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ പറ്റണം. അതാണ് നമ്മൾ ഈമാൻ. രണ്ടാമത്തെ ഒരു വിഷയം നമ്മുടെ കൂട്ടുകാരാണ്. നമ്മളെ ഈ തെറ്റിലേക്ക് നയിക്കുന്നതിൽ ഏറ്റവും നല്ലൊരു പങ്ക് നമ്മളെ കൂട്ടുകാരനുണ്ടാവും. ചില ചാറ്റുകൾ, ചില ഗ്രൂപ്പുകൾ, വാട്സാപ്പ് ഗ്രൂപ്പ്, സുബ്ഹാനല്ലാഹ്, എന്റെ പ്രിയപ്പെട്ടവരെ പറയട്ടെ, വാട്സാപ്പ് ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള കോമൺ വാട്സാപ്പ് ഗ്രൂപ്പുകൾ നിങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ അതിൽ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, ഇത് ലെഫ്റ്റ് ആയിരിക്കോ, അതല്ലെങ്കിൽ അതിന് ആർച്ചീവിൽ വെച്ചോ, അതല്ലെങ്കിൽ അതിനെന്ത് ചെയ്യും, നിങ്ങൾ മറ്റേ ഡിസപ്പിയറിംഗ് മെസ്സേജ് നിങ്ങൾ കാണുന്നതിന് മുമ്പ് നിങ്ങളെ ഫോണിൽ ഒരു 24 മണിക്കൂർ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചു. കാരണം പല പല വഴികളിലേക്കും, പല യൂട്യൂബ് ചാനലുകളിലേക്കും, പല വേണ്ടാത്ത വീഡിയോസിലേക്ക്, പല തരത്തിലുള്ള അനാവശ്യ കാര്യങ്ങൾക്കും നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത്തരത്തിലുള്ള കൂട്ടുകാരായിരിക്കും, ഇത്തരത്തിലുള്ള ഫോർവേഡ് മെസ്സേജുകളായിരിക്കും. അതുകൊണ്ട് അവയെ നന്നായിട്ട് കരുതിയിരിക്കുക. കാരണം സൂറത്തുൽ അഹ്സാബിന്റെ അവസാനത്തില് സുബ്ഹാനല്ലാഹ് വളരെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവം അവർ പറയുന്ന കാണാൻ പറ്റും. അഥവാ വഖാലു റബ്ബന ഇന്നാ അതഅന സാദതന വകുബറാഅന ഫഅദല്ലുന സബീല. فأضلون السبيل എന്നുള്ളത്. അത് എന്നിട്ട് അടുത്ത് റബ്ബന ആതിഹിം ضعفين من العذاب والعنهم لعنا كبيرا. എന്നാലോചിക്ക്, നമ്മളെ ഇന്ന് ഈ റൂട്ടിലേക്ക്, ഒരു പക്ഷെ ഇതിൽ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നാളെ റബ്ബിനോട് പറയും, റബ്ബേ ഇവക്ക് നീ ഇരട്ടി ശിക്ഷ കൊടുക്കണം എന്ന്. ആലോചിക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ വല്ലതും ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന വഴികൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മളെ ഫ്രണ്ട്സിന്റെ, നമ്മളെ ആ ഒരു സർക്കിൾ, ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഫ്രണ്ട്സ് കോളേജ് ഫ്രണ്ട്സ് തന്നെ ആവണമെന്നില്ല. നമ്മളെ ഫാമിലിയിൽ പോയാല് നമ്മൾ അപ്പുറത്തെ ഒരാളോട് പറയുന്നത് എല്ലാ മേഖലയും ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ മൂന്നാമത്തേത് എന്ത് ചെയ്യുക, നല്ല കാര്യങ്ങൾ നമ്മൾ ബിസി ആവുക എന്നുള്ളതാണ്. അഥവാ ഒന്നെങ്കിൽ നമുക്ക് ദുനിയാവിൽ അതിനെ കൊണ്ട് ഹൈറാണ്, അല്ലെങ്കിൽ ആഖിറത്തിന് ഹൈറാണ്. ഈ കാര്യങ്ങൾ നമ്മൾ ബിസി ആവുക എന്നുള്ളത്, ഒരിക്കലും ഒരു ഫ്രീ ടൈം നമുക്ക് ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ആ ബിസി ആവുന്ന സമയത്ത് നമ്മളെ ഹൃദയത്തിന്റെ ഹെൽത്ത്, നമ്മളെ ഇഹ്ദാർ നിയ്യ, ഇഖ്ലാസ്, ഖുശൂ ഒക്കെയും ഉള്ളൊരു ബിസി ആയിരിക്കണം നമുക്ക് അവിടെ ഉണ്ടാവേണ്ടത് എന്നുള്ളതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. നാലാമത്തെ വിഷയം ഞാൻ ആദ്യം പറഞ്ഞതാണ്, മുജാഹദത്തു നഫ്സ്. നമ്മളെ നഫ്സിനോട് നമ്മൾ എന്ത് കഠിനമായി ജിഹാദ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിനെ ബാധിക്കുന്ന ഏറ്റവും കഠിനമായ രോഗങ്ങളിൽ പെട്ട ഒരു ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് കഠിനമായിട്ട് നമ്മൾ ഹൃദയത്തിന്റെ സ്വലാഹിയത്തിന് വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
أقول قولي هذا فاستغفر الله لي ولك. أستغفر الله لك. أقول قولي هذا فاستغفر الله لي ولكم ولسائر المسلمين واستغفروا إنه هو الغفور الرحيم. اللهم يا مقلب القلوب ثبت قلبي على دينك. اللهم يا مصرف القلوب ثبت اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا മുസറഫ് القلوب صرف قلوبنا على طاعتك. പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ തിരുത്തണമെന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരുടെ അടുത്തും എന്താണ് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. ജസാക്കുമുല്ലാഹു ഖൈറ.